ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം, നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തെ മനസ്സിനെയും പരിശോധിക്കുന്നവനാണ്. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിൻ്റെ വഴികളുമായിട്ട് അത് അലൈൻഡ് ആയിട്ടല്ല എങ്കിൽ, ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ അല്ല നമ്മുടെ ഹൃദയവും മനസ്സും സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും കട്ടിയായി പോവുകയും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യം, നമ്മുടെ ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, അതൊന്നും നമുക്ക് മനസ്സിലാകാതെയും നമ്മൾ പോലും അറിയാതെ നമ്മളെ തന്നെ എന്താ പറയുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കൊണ്ട് ചാടിക്കുകയും ചെയ്യും അല്ലെ. അപ്പോൾ അങ്ങനെ ആകുന്ന രീതിയിലുള്ളൊരു ജീവിതമായിരിക്കണം നമുക്കുള്ളത്. അതാ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. ഡേവിഡ് പ്രാർത്ഥിച്ചു പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധമായിട്ട് ഹൃദയം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. നമ്മുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ എന്നല്ല പറയണത്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്താ പറയുന്നത്, പരിശുദ്ധമായിട്ടൊരു ഹൃദയമായിരിക്കട്ടെ നമുക്ക് ഉണ്ടാകുന്നത്. കർത്താവിന് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധമായിരിക്കട്ടെ, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ വളരെയധികം അപകടകരമായിട്ടുള്ളൊരു കാര്യം അത്. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. എല്ലാത്തിനായിട്ട് നന്ദി പറയൂ കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കണമേ കർത്താവെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട്, വിക്കഡായിട്ടുള്ള വേ ഉണ്ടെങ്കിൽ കർത്താവ്, അതെല്ലാം ഞങ്ങളോട് പറയണേ കർത്താവെ. അതിനെല്ലാം ക്ഷമിച്ച് ചോദിക്കാൻ വേണ്ടിയും തിരിച്ചങ്ങിലേക്ക് വരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇന്ന് സംസാരിക്കണം ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് റെവലേഷനിലേക്ക് പോകും. വെളിപ്പാടിന് 2:18 തൊട്ട് 29 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. അപ്പം നമുക്കറിയാം, 7 ചർച്ചകൾക്ക് ദൈവം എഴുന്നേൽപ്പ്. കോമൺ ആയിട്ട് എപ്പോഴും ദൈവം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറയുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഇങ്ങനെ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിക്കൊള്ളുന്നവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെവിയുള്ളവർ കേൾക്കട്ടെ. യേശുക്രിസ്തു പറയുന്നല്ലോ, യേശുക്രിസ്തു പറയുന്നത് ആത്മാവ് സംസാരിക്കണം, ഹോളി സ്പിരിറ്റ് ഗോഡ് സംസാരിക്കണം, ചെവി ഉള്ളവർ കേൾക്കട്ടെ. ചെവി ഉള്ളവര്, കേൾക്കാൻ താല്പര്യമുള്ളവർ, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നവര്, കേൾക്കാതിരിക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരെ പറ്റിയല്ല പറയുന്നത്. ചെവി ഉള്ളവര്, താല്പര്യമുള്ളവര്, കേൾക്കാൻ താല്പര്യമുള്ളവര് കേൾക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറയുക. അപ്പൊ 18 തൊട്ട് 29 വരെയുള്ള വാക്കുകൾ ദൈവം എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു എഴുതിയിരിക്കുന്നത് തയത്തീറ ചർച്ച് അല്ലെ, തിയത്തൈറ എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്ന ചർച്ചിലേക്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തുയത്തൈറയിൽ അല്ലെങ്കിൽ തൈത്തീറ ഇംഗ്ലീഷ് പറയുമ്പോൾ സഭയുടെ ദൂതൻ എഴുതുന്നത്. ദൂതൻ എന്ന് പറയുമ്പോൾ ഏഞ്ചൽ എന്നുള്ള വാക്ക് പറയുമ്പോൾ, ഏഞ്ചലിന് ഈ മാലാഖമാർക്ക് എഴുതുന്ന കാര്യം എന്നല്ല പറയുന്നത്. പക്ഷെ ആ ചർച്ചിന്റെ എൽഡർ, മൂപ്പൻ അല്ലെങ്കിൽ പാസ്റ്റർ എന്നായിരിക്കാം, അല്ലെങ്കിൽ ബിഷപ്പ്, അങ്ങനെ ആർക്കെങ്കിലും എഴുതുന്ന ഒരു കാര്യം അല്ലെ, അല്ലാതെ മാലാഖമാർക്ക് എഴുതുന്ന കാര്യമല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തുയത്തൈറയിലെ അല്ലെങ്കിൽ തൈത്തൈറയിലെ സഭയുടെ ദൂതൻ എഴുതുന്നത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ദൈവപുത്രന്റെ വാക്കുകളാണ്, യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. നമ്മൾ വളരെയധികം അറ്റൻഷനോടുകൂടെ കേൾക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ വെറുതെ ഒരു ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു വിടുന്ന പോലെ രീതിയിൽ നമ്മൾ വായിച്ചു വിടരുത് ബൈബിള്. അതിന്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകണം. ഹോളി സ്പിരിറ്റ് ഗോഡിനോട് ചോദിക്കണം, ദൈവമേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അല്ലെ. നമുക്ക് വെളിപാട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരത്തില്ല അല്ലെ. നമ്മൾക്ക് എന്താ പറയുക, വളരണം അല്ലെ. ദൈവത്തിൽ, യേശുക്രിസ്തുവിൽ വളരണമെങ്കിൽ ദൈവത്തിന്റെ വചനം വെറുതെ വായിച്ചുവിട്ടിട്ട് കാര്യങ്ങൾ, നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോകണം. അതിന് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 19ാമത്തെ വാക്കോട്ട്, ഞാൻ നിന്റെ ഇപ്പൊ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള വെള്ളോടിന് സദൃശ്യമായിട്ടുള്ള കാലുള്ള ദൈവപുത്രൻ യേശുക്രിസ്തു അരുളി ചെയ്യുകയാണ്. ജോണിനോട് പറയുക അല്ലെ, ഈ പ്രോഫസി കൊടുക്കാൻ പറയുവാണ് തൈത്തീറ ചർച്ചിന്. നീ പറയുക, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെ അറിയുന്നു. അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ, അപ്പൊ എല്ലാ ചർച്ചിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, സ്നേഹത്തോടെ പറഞ്ഞു തുടങ്ങുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അവരൊന്ന് അഭിനന്ദിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മളെങ്ങനെയാണെങ്കിൽ കുറ്റമേ പറയത്തുള്ളൂ അല്ലെ. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല അല്ലെ. ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു,
മക്കളാണ് നമ്മള്. നമ്മളെ ശിക്ഷിക്കും, നമുക്ക് ബാലശിക്ഷയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശരിയാവത്തില്ലല്ലോ അല്ലെ? പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പായിട്ട് ദൈവം അപ്രീഷിയേറ്റ് ചെയ്യാറ് പറയുന്നത്, അവരെ അഭിനന്ദിക്കുകയാണ് പറയുന്നത് അല്ലെ? ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തെയെങ്കിലും ഏറെയെന്നും ഞാൻ അറിയുന്നു. അപ്പൊ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി, നീ ഇപ്പൊ ചർച്ച സ്റ്റാർട്ടായ സമയത്തുള്ളതിനേക്കാളും വളരെയധികം തീക്ഷ്ണതയോടെ അവര് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ അകത്ത്, ആ ചർച്ചിന്റെ അകത്ത് വേറെ കുറച്ച് മോശപ്പെട്ട ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി ദൈവം പറയാൻ പോകുന്നു അല്ലെ? അപ്പൊ പക്ഷെ ഈ ചർച്ചിൽ കുറച്ച് ആൾക്കാർക്ക് നല്ല സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, അല്ലെ? ദൈവത്തിൽ വിശ്വസിക്കുന്ന, ശുശ്രൂഷയുള്ള, സഹിഷ്ണുതയുണ്ട് അവർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം അല്ലെ? കുറച്ച് ആളുകളെങ്കിലൊക്കെ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ടുള്ള ഒരു ചർച്ച്. പക്ഷെ കുറേ അധികം പേര് മഹാ മോശപ്പെട്ടവര് ആയിരിക്കുന്ന ആൾക്കാർ അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാ പറയുന്നത്. 20ാമത്തെ വാക്കോട്ട്, എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പും ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കും തെറ്റിച്ചു കളയും ചെന്ന ഇസബെൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നത് എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് ഞാൻ പറയുന്നു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയ്ക്കും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂകളെയും ഹൃദയത്തെയും ആരായുന്നവൻ എന്ന് സകല സഭയും അറിയുന്നു. നിങ്ങളുടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ഒരു സ്ത്രീ ചർച്ചിന്റെ അകത്ത് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ചർച്ച എന്ന് പറഞ്ഞപ്പോ ഒരു രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു ചർച്ച. കുറച്ച് ആൾക്കാർ അവര് ദൈവത്തിന് വഴിക്കൂടെ നടക്കുന്നു, ദൈവത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു. അവര് തുടങ്ങിയതിനേക്കാളും വളരെയധികം തീക്ഷ്ണതയോടെ, ഫയറോടുകൂടി അവർ കാര്യങ്ങൾ ചെയ്യുന്നു. അന്ന് അടുത്തൊരു ഗ്രൂപ്പ് ആൾക്കാർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ത്രീയെ അല്ലെ, ഒരു സ്ത്രീ, ഒരു ജെസബൽ സ്പിരിറ്റ് ഉള്ള ഒരു സ്ത്രീ അല്ലെ, ദൈവം ഇവിടെ ഇസബൽ എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തു. ജെസബൽ സ്പിരിറ്റ് നമുക്കറിയാമല്ലോ. ജെസബൽ നമുക്കറിയാമല്ലോ, ആഹാബിന്റെ ഭാര്യയായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായിരുന്ന ആഹാബിന്റെ ഭാര്യയായിരുന്നു ജെസബൽ അല്ലെ? അപ്പൊ ജെസബലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആർക്കും എന്താ പറയാ, അടിമപ്പെടുക എന്ന് വെച്ചാൽ എന്താ പറയാ, അടിമയെ തീരുമെന്നല്ല പറയുന്നത്. ആർക്കും ആരുടെ ഒന്നിച്ച് താണു കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ജെസബൽ. അപ്പൊ അത് തന്നെയാണ് ജെസബൽ സ്പിരിറ്റിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അല്ലെ? ആരുടെ മുമ്പിൽ താണു കൊടുക്കത്തില്ല, ഞാൻ വലിയവള് എന്ന് പറഞ്ഞിട്ടുള്ള സ്വഭാവം, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവം, മനുഷ്യരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഉള്ളിലേക്ക് പേടിയും അല്ലെ, ഈ കുറ്റബോധവും എല്ലാം നിറച്ചുകൊണ്ട് അല്ലെ, അവളുടെ വാക്ക് മാത്രം കേൾക്കാവുള്ളൂ, അവള് പറയുന്നതിന് മാത്രമേ വിലയുള്ളൂ, അവളുടെ ഒപ്പീനിയൻസിന് മാത്രമേ വിലയുള്ളൂ എന്നൊക്കെ ആ ഒരു കൺട്രോളിങ് പവറുള്ള ആൾക്കാർ അല്ലെ, അങ്ങനെ നടക്കുന്ന ആൾക്കാർ, അവര് ജെസബൽ സ്പിരിറ്റ് അല്ലെ ഉള്ളവർ, മിക്കവാറും ജെസബൽ സ്പിരിറ്റ് ഉള്ള വ്യക്തികളായിരിക്കും അങ്ങനെയുള്ളവര് അല്ലെ. നമ്മളുടെ ഇടയിലും അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അവർ എന്ത് രീതി അവർ ഉപയോഗിക്കും മറ്റുള്ളവരെ എന്താ പറയാ, അവരുടെ വഴി കൂടെ നടത്തുന്നതിന് വേണ്ടി അല്ലെ. പേടിയാണ് പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണ് ചർച്ചിലൊക്കെ അല്ലെ, ചർച്ചിന്റെ കാര്യമുള്ളൂ. ഇപ്പോൾ ജെസബൽ സ്പിരിറ്റ് ഉള്ള ആളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ചർച്ചിനെ പറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച്, ഈ ലോകത്തെ ജെസബൽ സ്പിരിറ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും, പക്ഷെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചർച്ചാണല്ലോ. അപ്പൊ ചർച്ചിന്റെ അകത്തേക്ക് ജെസബലിന്റെ സ്പിരിറ്റ് ഉള്ള ആൾക്കാരെ അവൻ വിട്ടിരിക്കുകയാണ് അല്ല. അപ്പൊ ചർച്ചിൽ തന്നെ ഉള്ളവര് നേരത്തെ വിശ്വാസികളായിരുന്നു പറയും, ഇപ്പൊ എന്താ പറയാ, പിശാചിന്റെ പാവകളായിട്ട്, പിശാചിന്റെ വെപ്പൺസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ ഇവിടത്തെ ഈ സ്ത്രീ, അവൾ ആദ്യമായിട്ട് പറയുന്നത് വെച്ചാൽ താനൊരു പ്രവാചകിയാണെന്ന് പറയുന്നു. അന്നത്തെ കാലത്ത് ജെസബൽ എന്താ വെച്ചാൽ എലൈജാനെ ഓടിക്കുകയോ ചെയ്തത് അല്ലെ. എലൈജ ഓടിയതാണ്, അവള് ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ എലൈജ ഓടിയതാണ്, അത് വാസ്തവം അല്ലെ. പക്ഷേ അന്ന് പ്രവാചകന്മാരെ എന്താ പറയാ, കൊല്ലിക്കുന്നവളായിരുന്നു ജെസബൽ. പക്ഷെ ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അവൾ അങ്ങനെയായിരുന്നു. ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അതേ സ്പിരിറ്റുള്ള ആൾക്കാർ ഇവിടെ എന്താ പറയാ, പ്രവാചകിയാണെന്നങ്ങ് പറയുക. അവര് തന്നെ പ്രവാചി എന്ന് പറയും. ദൈവത്തിൽ നിന്നുള്ള പ്രവാചിയല്ല,
പിശാച് എന്നുള്ള പ്രവാചിയാണ് അല്ലെ, പ്രവാചികൾ എന്ന് താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, പ്രോഫറ്റസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പും ആഭിചാരവും വിഗ്രഹമർപ്പിതം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും വഴിതെച്ചു കളയുകയും ചെയ്യുന്ന ഇസബൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും വഴിതെച്ചു കളയുകയും ചെയ്യുന്ന ഇസബൽ അല്ലെ. അപ്പൊ ഇസബൽ എന്നുള്ള ഈ സ്ത്രീ, ഇസബൽ സ്പിരിറ്റുള്ള ഈ സ്ത്രീ അവൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആൾക്കാരെ വശീകരിക്കുന്നു, ആൾക്കാരെ പഠിപ്പിക്കുന്നു അല്ലെ, ഉപദേശിക്കുന്നു എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നു, വശീകരിക്കുകയും ചെയ്യുന്നു, ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യാൻ? ദുർനടപ്പ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്ഷലി ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം അല്ലെ ചെയ്യുന്നതിന് വേണ്ടി, അഡൾട്ടറി ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ വ്യഭിചാരം ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കുന്നു അല്ലെ, പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവരെ എന്താ പറയാ തെറ്റിക്കുന്നതിന് വേണ്ടി സെഡ്യൂസ് ചെയ്യുക അല്ലെ, അവരെ എന്താ പറയാ ഇങ്ങനെ വളച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അതിനെങ്ങനെ പറയുന്നത് മലയാളത്തിൽ നിന്ന് പറയുന്നത്, ഇങ്ങനെ അട്രാക്ട് ചെയ്ത് സെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെ അവരെ അങ്ങനെ അവളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീ അല്ലെ, അവള് പ്രവാചക എന്ന് സ്വന്തമായിട്ട് പറയുന്നു. അങ്ങനെയുള്ള സ്ത്രീയെ ചർച്ചിലെ മൂപ്പന്മാര് അല്ലെങ്കിൽ ചർച്ചിലുള്ളവര് അവരെ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവള് ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ദൈവം ഇവിടെ പറയാം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുക സമയം കൊടുത്തു, അവളുടെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുക അവൾക്ക് സമയം കൊടുത്തു. പക്ഷെ അവൾക്ക് അതിന് താല്പര്യമില്ല, അവൾക്കും അവളുടെ കൂട്ടർക്കും അതിന് താല്പര്യമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്ത്രീ സൈറ്റന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, സൈറ്റന്റെ പ്രവാചകിയാണ്, അവള് സ്വന്തമായിട്ട് പ്രവാചകിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അല്ലെ. ചർച്ചിന്റെ ഒരു ലീഡറിനെ പറ്റി പറയുന്നത് അല്ലെ. അപ്പൊ ഈ ചർച്ചിന്റെ ലീഡർ ഈ സ്ത്രീ ആയിരിക്കുന്ന ഈ ലേഡി, ഈ ജെസബല് അല്ലെങ്കിൽ ഇസബല്, അവള് പ്രവാചകയെന്ന് അവൾ സ്വന്തം നിയമിച്ചിരിക്കുന്ന ഒരു പ്രവാചകയെന്ന്, അവള് പിശാചിന്റെ പ്രവാചകയാണ്. അപ്പൊ ഇവളാണ് അവിടെ പ്രവചനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ വചനം, ദൈവത്തിൽ നിന്നുള്ള ആലോചന എന്ന് പറഞ്ഞ് ഇവിടെ ആലോചന കൊടുത്തോണ്ടിരിക്കുന്ന ഈ ജെസബൽ എന്ന് പറയുന്ന ലേഡി, എന്താ പറയുന്നത്, ജെസബൽ അല്ലെങ്കിൽ ഇസബൽ, ജെസബൽ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് മലയാളത്തിൽ ഇസബൽ, അവളാണ് എന്താ പറയുന്നത് അവിടെയുള്ള ചർച്ചിലെ ആൾക്കാർക്ക് അല്ലാതെ എന്താ പറയുന്നത് ദൂത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഇവര് അല്ലെ. അപ്പൊ ഇവള് രണ്ട് കാര്യങ്ങൾ ചെയ്യുവാണ്. ഒന്നാമത് അവരെ പഠിപ്പിക്കുന്നു, രണ്ടാമത്തത് എന്താന്ന് വെച്ചാൽ അവരെ സെഡ്യൂസ് ചെയ്യുന്നു, അവരെ എന്താ പറയാ മയക്കിയെടുക്കുന്നു അല്ലെ, കണ്ണ് കെട്ടി മയക്കി എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കും, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ കണ്ണ് അത് നമ്മുടെ ശരീരത്തിന്റെ വെളിച്ചമാണ് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ണ് നന്നായിരിക്കുവാണെങ്കിൽ ലാമ്പാണ് അല്ലെ, എന്താ പറയുക വിളക്കാണ്, വെളിച്ചമല്ല വിളക്കാണ്. നമ്മുടെ കണ്ണ് ശരിയാണെങ്കിൽ അല്ലെ, നമ്മൾ കാണുന്ന കാഴ്ചകൾ ശരിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫുൾ വെളിച്ചമുള്ളേക്കും, നമ്മൾ ഹെൽത്തി ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കാണുന്ന കാര്യങ്ങൾ ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ടങ്ങ് ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക അല്ലെ. മോശപ്പെട്ട രീതിയിൽ ഒരു കാര്യം കാണാൻ പോകരുത്. നമ്മുടെ കണ്ണ് നമ്മൾ കാണുന്നത് വഴി എന്താ പറയാ പിശാചിന് അതൊരു ഡോറായിട്ട് തന്നെ പിശാച് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പോണോഗ്രഫിയെ കാണുന്ന ആൾക്കാര് ഒരു എൻട്രി വേ ആണ്. പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിനുള്ള എൻട്രി വേണം. അവനും അവന്റെ സ്പിരിറ്റിനും മലകുമാർക്കും നുഴഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ള എൻട്രി വേണം. ഇവിടെ ഈ സ്ത്രീ ഇവർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് തെറ്റിച്ച് കളയുന്നതിന് ചർച്ചിലുള്ള ആൾക്കാർ തെറ്റിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുവാണ് അല്ലെ. അവരെ സെഡ്യൂസ് ചെയ്യണം. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് സെഡ്യൂസ് ചെയ്യണം. ന്യൂ കിങ് ജെയിംസ് വേർഷനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സെഡ്യൂസ് ചെയ്യുന്നതിന് മയക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം അവൾ ഉപദേശിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ആര് ടീച്ച് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ചെവി കൂടെ അല്ലെ, നമ്മളിത് കേൾക്കും, നമ്മുടെ മനസ്സിലേക്ക് പോകും. അപ്പൊ നമ്മളിപ്പോ ഒരേ തരത്തിലുള്ള പ്രീച്ചിങ് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രീച്ചിങ്ങിന്റെ കാര്യം പോട്ടെ, നമ്മളിപ്പോ പിന്നെ വല്ല മ്യൂസിക് ഒക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്, സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ മനസ്സ് അതുമായിട്ടൊന്നൊരു നമ്മുടെ ഐഡന്റിറ്റി അങ്ങനെ ആയിപ്പോകും അല്ലെ. നമുക്ക് എന്താ പറയുക, എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാണെങ്കിൽ നമ്മൾ അതുമായിട്ട് നമ്മളെ തന്നെ അങ്ങോട്ട്
ആ ഒരു രീതിയിലേക്ക് നമ്മളായി പോവുക തന്നെ ചെയ്യും. അല്ലെ നമ്മുടെ ഐഡന്റിറ്റി അങ്ങ് ട്രാൻസ്ഫോം ചെയ്യും. നമ്മളിപ്പോ പോപ്പ് മ്യൂസിക് കേൾക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കും അല്ലെ. നമ്മള് കർണാട്ടിക് മ്യൂസിക് ആണ് നമുക്ക് താല്പര്യം. നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ കർണാട്ടിക് മ്യൂസിക് ഒക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി മാറും അല്ലെ. നമ്മള് പ്രീച്ചിങ് കേൾക്കുന്നവരാണെങ്കിൽ നമ്മള് ദൈവവുമായിട്ട് കൂടുതൽ വളരെയധികം അടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ ഇവരെന്താ ചോദിച്ചാല് പിശാചിന്റെ വഴികളെ പറ്റി ഇവരോട് അല്ലെ എന്ന് വെച്ചാൽ ദുർനടപ്പ് നടക്കാൻ വേണ്ടി അല്ലെ, സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്യുന്നതിന് വേണ്ടി, വിഗ്രഹാർപ്പിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ അതിനുവേണ്ടി അല്ലെ ഇവരെ പ്രലോഭിപ്പിക്കുകയും ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവരെ പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ട് അവരെ പഠിപ്പിക്കുകയും ഇവരെ പ്രലോഭിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ മറ്റുള്ളവരെ കണ്ണിന്റെ അല്ലെ അവരെ കാഴ്ചയെ അവളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അവരെ മനസ്സിനെ നമ്മൾ കേൾവി കൊണ്ട് അല്ലെ പഠിപ്പിക്കുന്നതുകൊണ്ടും കാണിച്ചു കൊടുക്കുന്നതും കൊണ്ട് ഇവരെ വശംവദരാക്കാൻ വേണ്ടി അല്ലെ ഇവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ചിലെ ആൾക്കാര് ഇതിന് കുറച്ചെങ്കിലും ആൾക്കാർ, എല്ലാവരും ഇല്ല, കുറച്ചെങ്കിലും ആൾക്കാര് എന്താ പറയാ അതിന് വളം വെച്ചു കൊടുക്കുകയും സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ. കുറച്ച് മൂപ്പന്മാരെങ്കിലും അല്ലെങ്കിൽ ചർച്ചിലെ ആൾക്കാരെങ്കിലും അതിന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾക്ക് കുറച്ച് ഫോളോവേഴ്സും ഉണ്ട്. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കും യേശുക്രിസ്തു അവൾക്ക് ചാൻസ് കൊടുത്തു റിപ്പന്റ് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി. പക്ഷെ മനസാന്തരപ്പെടാൻ അവൾ താല്പര്യപ്പെടുന്നില്ല, അവളുടെ കൂട്ടുള്ളവരും താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ യേശുക്രിസ്തു പറയുക, ഞാൻ അവളെ കിടപ്പിൽ അവളുമായി വിഭജിക്കുന്നവരെ അവളെ നടപ്പ് വിട്ടു അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളെ, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവർ എന്നും സകല സമയം പറയും, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ദൈവം പറയുക എന്താ പറയുക, ഞാൻ ഇവൾക്ക് ചാൻസ് കൊടുത്തു, അവള് താല്പര്യപ്പെടുന്നില്ല, മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി അവളുടെ കൂട്ടുകാരും അവളെ ഫോളോ ചെയ്യുന്നവരും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവര് എന്താ പറയാ താല്പര്യത്തോടു കൂടി മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അവരെ വലിയ കഷ്ടതയിൽ കൂടി ദൈവം കടത്തിവിടുമെന്ന് പറഞ്ഞിരിക്കും. കാരണം ഇവരുടെ ആത്മാവും വലിയ വിലയുള്ളതാണല്ലോ അല്ലെ. എങ്ങനെയെങ്കിലും ദൈവത്തിന് ഇവരെ തിരിച്ചെടുക്കണമെന്നേ ഉള്ളൂ അല്ലെ. അവരെ മക്കളെന്ന് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഞാൻ കൊന്നുകളയുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. എന്താ പറയുക, മാനസാന്തരത്തിലേക്ക് ഇവർ വന്നില്ലെങ്കിൽ, കാരണം ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ വളരെ കഷ്ടപ്പെടും. ഇപ്പൊ മക്കൾ ഇംഗ്ലീഷ് ബൈബിളിൽ ചില ട്രാൻസ്ലേഷൻ പറയുന്നത്, ഇത് ആംപ്ലിഫൈഡ് വേർഷൻ ഒക്കെ പറയുന്ന മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ അനുഗമിക്കുന്ന ആൾക്കാരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് തിരിച്ച് ഞാൻ വരാം, 23-ാമത്തെ വാക്കിലേക്ക് വരാം. അപ്പൊ അതിനു മുമ്പായിട്ട് വായിക്കട്ടെ. 24 തൊട്ട് 29 വരെ ഒന്ന് വായിച്ചിട്ട് 29-ാമത്തെ വാക്കിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്നത് പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും, അപ്പൊ സാത്താന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനോട് തരത്തിലുള്ള ടീച്ചിങ് അവര് എന്താ പറയാ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുരുക്കമല്ലേ. അപ്പൊ സാത്താന്റെ ആഴങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അതാണ് അവളുടെ ടീച്ചിങ്. അപ്പം ഇവിടെ ഉപദേശം എന്ന് പറയും, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്നത് സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തിയോത്തേരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നത്. അപ്പൊ തൈത്തേരി ചർച്ചില് കുറെ ആൾക്കാർക്കെങ്കിലും ഇവളുടെ ഈ പ്രീച്ചിങ്ങിനോട് ടീച്ചിങ്ങിനോട് ഒന്നും താല്പര്യമില്ല, അവളുടെ ഒരു പരിപാടിയോടും ഒരു താല്പര്യമില്ലാതിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഭാരം നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് എന്താ പറയാ ക്ലിങ് ഓൺ ചെയ്യുന്ന കാര്യം അല്ലെ, എന്റെ വഴി കൂടെ തന്നെ നിങ്ങൾ നടക്കുന്നു, ആ വഴിയെ നിങ്ങൾ പിടിച്ചുകൊള്ളുക, നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്ന വ്യക്തികളാകരുത്, ഞാൻ വരുന്നത് വരെ അല്ലാതെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. 26 ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവൻ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുക്കിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ആത്മാവ് ഇങ്ങനെ പറയുക, എന്താ പറയാ, ജയിക്കുന്നവർ അല്ലെ, ഓവർകം ചെയ്യുന്നവൻ അല്ലെ, അവസാനം വരെ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവർക്ക്, ഈ എന്താ പറയുക ഇതുപോലുള്ള ടീച്ചിങ്ങിൽ ചെന്ന് ചാടാതിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഉദയ നക്ഷത്രം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലെ എന്താ പറയുക, അതോടൊപ്പം തന്നെ ജാതികളുടെ മേൽ ഭരിക്കുന്നതിനുള്ള അവകാശം കൊടുക്കുന്നു. ഓവർകം ചെയ്യുന്ന ആൾക്കാർ അല്ലെ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെന്ന് പെടാതെ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് യേശുവിന്റെ ഒപ്പം ഭരിക്കുന്നതിനുള്ള അവകാശം ദൈവം കൊടുക്കുന്നു അല്ലെ. ഇനി 23-ാമത്തെ വാക്കിലേക്ക് വരിക, ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക്
ഏവനും പകരം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് ദൈവം പറയുക, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവർ ഇന്ന് സകല സഭയും അറിയുന്നു. അപ്പോൾ ദൈവം ഇവിടെ ഒരു കാര്യം പറയുക, താൻ മനസ്സിനെയും ഹൃദയത്തെയും എന്താ പറയുക, നമ്മുടെ ഹാർട്ടിനെയും മൈൻഡിനെയും അളക്കുന്നവൻ, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നവൻ, മനസ്സിലാക്കും നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ എന്താ പറയാ മനസ്സിന്റെ വിചാരങ്ങളെ അറിയുന്നവൻ, അല്ലെ? അപ്പൊ അതനുസരിച്ച് നമുക്ക് റിവാർഡ് തരുന്ന ഒരു ആളാണ് യേശുക്രിസ്തു, അല്ല ദൈവമാണ് യേശുക്രിസ്തു. അതിന് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച്, അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ ഓവർഫ്ലോയിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതെന്നാണ് പ്രവർത്തികൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഹൃദയത്തിന്റെ മനസ്സിന്റെ അതിന്റെ വിചാരങ്ങൾ അനുസരിച്ച്, വിചാരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലെ, അതിന്റെ പ്രവൃത്തി അനുസരിച്ച് നമ്മൾക്ക് അതിന് തക്ക വിധത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ തരുന്ന ദൈവം, അല്ലെ, പ്രതിഫലം തരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, യേശുക്രിസ്തുവിന്റെ വഴി കൂടെ നടക്കുന്നവരാണെങ്കിൽ നല്ല റിവാർഡുകൾ തരുന്ന ദൈവം, അല്ലെങ്കിൽ ചീത്തയാണ് പണിഷ്മെന്റ് തരുന്ന ദൈവം. ഇനി ഇവിടെ പറയാൻ എന്തുകൊണ്ടാണ് ദൈവം അവിടെ ഇങ്ങനെ ആ മനസ്സിനെ ഹൃദയത്തിനെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ജസബലിനെ പറ്റി, അല്ലെ, ഇസബലിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു വന്നോണ്ട് ഇവിടെ ദൈവം പറയുവാണ്, മനസ്സിനെ ഹൃദയത്തെയും, അല്ലെ, അതിന്റെ ഹൃദയങ്ങളെയും ആരായുന്നവർ താൻ ആരായുന്നവനാണെന്ന് സകല ചർച്ച അറിയണം എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ ജസബലിന്റെ അല്ലെങ്കിൽ ഇസബലിന്റെ പഠിപ്പീരുമായിട്ട് യാതൊരുവിധ താല്പര്യമില്ല. അവർ അതിലൊന്നും ഒരു ഭാഗമാകാതെ, പിശാചിന്റെ എന്താ പറയാ ആഴങ്ങളിലേക്ക്, അവന്റെ ഡോക്ടറിലേക്കൊന്നും പോകാതെ, അല്ലെ, അവര് ദൈവത്തിന്റെ വഴി കൊണ്ട് നടന്നുകൊണ്ട്, യേശുക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ജീവിച്ച വ്യക്തികൾ, അവര് തുടക്കത്തിൽ ചെയ്ത വർക്കിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 19ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞ്, എനിക്ക് നിന്റെ സ്നേഹം, വിശ്വാസ, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയെല്ലാം എനിക്കറിയാം. നിങ്ങളുടെ വർക്ക് ഒടുവിലത്തേത് ആദ്യത്തേതിനേക്കാളും വളരെ തീക്ഷ്ണതയുള്ളത്, ആദ്യത്തേലും ഏറെയൊന്നും അറിയുന്നു, വളരെയൊന്നും വർക്ക് അവർ ചെയ്യുന്നു, തീക്ഷ്ണതയിൽ വളരെ വർക്ക് അവർ ചെയ്യുന്നു, അല്ലെ? അതെല്ലാം അറിയാന്ന് പറഞ്ഞപ്പോ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇവര് മറ്റൊന്നിലും ചെന്ന് ചാടാതെ, മറ്റൊന്നിലേക്ക് അവർ നോക്കാതെ, അവരെ ഹൃദയം പരിശുദ്ധമായിട്ട് വെച്ചുകൊണ്ട്, മനസ്സ് പരിശുദ്ധമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ജസബൽ എന്നുള്ള ഈ സ്ത്രീക്ക് വശംവദരായിരിക്കുന്ന വ്യക്തി. അപ്പൊ അവരുടെ കാര്യത്തെ പറ്റി പറഞ്ഞത് ഹൃദയം, അല്ലെ, ഹൃദയത്തെയും മൈൻഡിനെയും പറ്റി പറയും. അപ്പൊ ഇവിടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹൃദയത്തെയും മൈൻഡിനെയും, അല്ലെ, നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ മനസ്സിനെയും കാത്തുകൊള്ളാൻ ദൈവം നമ്മളുടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തന്നിരിക്കുക, അല്ലെ? ഹൃദയവും നമ്മുടെ മനസ്സും ഹൃദയവും എങ്ങനെയായിരിക്കുന്നു? നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിലായിരുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വഴികളുമായിട്ട് യോജിച്ച് പോകുന്നതല്ല എങ്കിൽ, ദൈവത്തിന്റെ പഠിപ്പിക്കലുമായിട്ട്, വചനവുമായിട്ട് യോജിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ല നമ്മുടെ മനസ്സെങ്കിൽ, അങ്ങനെ ഒരു മനസ്സല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും അതിന് പരിശുദ്ധം ഇല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് കട്ടിയുള്ളത്, നമ്മുടെ ഹൃദയം കട്ടിയുള്ള ഹൃദയവും മനസ്സ് കട്ടിയുള്ള മനസ്സുമായി തീരുക തന്നെ ചെയ്യും. അങ്ങനെ കട്ടിയുള്ള ഹൃദയത്തിനും കട്ടിയുള്ള മനസ്സിനും പാവത്തിലായിപ്പെടുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു എന്താ പറയാ ഭയങ്കര കട്ടിയായി പോകും. കാപട്യമുള്ളതിനെയും മോശപ്പെട്ടതിനെയും ദൈവത്തിന്റെ വഴി കൂടെ നടക്കാത്തതിനെയും എല്ലാം സ്വീകരിക്കാൻ വളരെ ഈസി ആയി തീരുക തന്നെ ചെയ്യും, അല്ലെ? നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമുക്ക് കാര്യങ്ങളെ ഏതാണ് സത്യമെന്നും ഏതാണ് തെറ്റെന്നും മനസ്സിലാക്കി തരാനുള്ള കഴിവ് തരുന്നത്, അല്ലെ? നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നു, ചില പാപപൂരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെ, നമുക്ക് ചെയ്യാൻ തോന്നാതിരിക്കും. നമ്മൾ പരിശുദ്ധിയുടെ വഴി കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് നമ്മൾ വളരെയധികം അടുപ്പത്തിലായിരിക്കും. അപ്പൊ നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കും, ദൈവത്തിന്റെ കാര്യത്തിലേക്ക് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടുത്തെ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്, ഈ ജസബലിനെ അല്ലെങ്കിൽ ഇസബലിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരുപക്ഷെ ഇവള് ജസബലാണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കി പോലും കാണാൻ ചാൻസ് ഇല്ല, അല്ലെ? അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ഈസിയാണ് ഇവരെ ഫോളോ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവര് ഹൃദയം കട്ടിയായി പോയിരുന്നു, മനസ്സ് കട്ടിയായി പോയിരുന്നു. അതാ ദൈവം പറഞ്ഞിരിക്കും, ഞാൻ മനസ്സിനെയും ഹൃദയം നോക്കുന്നവൻ, അല്ലെ? ഞാൻ ഹൃദയങ്ങളെയും അതിന്റെ ഉൾപ്പൂക്കളെയും ഞാൻ നോക്കുന്നവനാണ്, അതനുസരിച്ച് ഞാൻ റിവാർഡ് കൊടുക്കുന്നവനാണെന്ന് ദൈവം പറഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ ഹൃദയവും മനസ്സും എങ്ങനെയുള്ളതാണ്, അത് പരിശുദ്ധമുള്ളത് അല്ലെങ്കിൽ, ദൈവത്തിന്റെ വചനമനുസരിച്ചുള്ള ജീവിതം അല്ല നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു, അല്ലെ? അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഡിസേണിംഗ് പവർ നമുക്കില്ലാതായി പോയി, അല്ലെ? ബുദ്ധി നമുക്കില്ലാതായി പോയി. നമുക്ക്
വിജ്ഞാനമില്ലാതായിപ്പോ നമ്മുടെ ഹൃദയം ദൈവത്തോട് ഒട്ടിനിൽക്കുന്ന ഒരു ഹൃദയമായിരിക്കണം. അതാ ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയാണ്, നമ്മുടെ മോട്ടീവ്സ് എന്താണ്, നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന്റെ, ഓരോ കാര്യം പറയുന്നതിന്റെ ഒക്കെ പുറകിലുള്ള എന്താ മനസ്സെന്താണ്, ഹൃദയം എന്താണെന്ന് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കുക അല്ലെ. ഡേവിഡ് പറഞ്ഞുള്ള എന്റെ ഉള്ളിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് പറഞ്ഞ പോലെ 139 സങ്കീർത്തനത്തിൽ ഡേവിഡ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കണമേ അല്ലെ, മോശപ്പെട്ട വഴികളുണ്ടോ എന്ന് നോക്കണമേ അല്ലെ. എന്താ പറയുക, എനിക്കത് പറഞ്ഞു തന്നെ, കാരണം വെച്ചാൽ എനിക്കത് കറക്റ്റ് ചെയ്തിട്ട് വേണം അങ്ങയുടെ വഴി കൂടെ നടക്കാൻ, നിത്യമായിട്ടുള്ള വഴി കൂടെ നടക്കുന്നതിന് വേണ്ടി. അപ്പൊ ഹൃദയം പരിശുദ്ധമുള്ള ഹൃദയമല്ല എങ്കിൽ അല്ലെ, പിശാചിന് ഏജൻസ് ആയി തീരുക തന്നെ ചെയ്യും. ഈ സ്ത്രീ, ജെസബൽ എന്നുള്ള സ്ത്രീ, അവള് അഴിഞ്ഞാടുകയാണ് ചർച്ചിന്റെ അകത്ത്. കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് സ്വീകാര്യമായിരുന്നു അല്ലെ. കുറച്ച് ആൾക്കാർക്ക് നമ്മളിത് എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. എഫേഷ്യൻ ചർച്ചിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അപ്പോസ്തലന്മാരല്ലാത്ത ആൾക്കാർ, അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വന്നപ്പോ ഈവിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞപ്പോ, പിശാചിൽ നിന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞു വന്നപ്പോഴല്ല, ഈവിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് മനസ്സിലാക്കിയപ്പോ, പിശാചിൽ നിന്നുള്ള ആൾക്കാരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർക്ക് അതിനെതിരായിട്ട് നിൽക്കാൻ സാധിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവർക്ക് പലർക്കും പറ്റിയില്ല. എന്നാ പലരും അവളുടെ ചൊൽപ്പടിക്കായി പോകുക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ അതിന്റെ കാര്യം വെച്ചാൽ ഹൃദയം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലായിരുന്നു. ഒരുപക്ഷെ അവർക്ക് മനസ്സിലായി കാണത്തില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടും ഇത് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ദൈവം അങ്ങ് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഈസി പോസി ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതാ ദൈവം പറയുന്നത്, നമ്മുടെ ഹൃദയം എന്താ പറയാ, ഹൃദയം വളരെയധികം പരിശുദ്ധമായിട്ട് പാവനമായിട്ട് വളരെ ഡെലിജൻസോട് കൂടി കാക്കാൻ ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഇത്. അല്ലെങ്കിൽ നമ്മൾ വീണു പിശാചിന്റെ ഇരകളായി തീരുക തന്നെ ചെയ്യും. ഈ സ്ത്രീ പിശാചിന്റെ ഏജന്റ് ആയിട്ട് അല്ലെ, അവള് പ്രവാചകയെന്ന് പറയുക, താൻ തന്നെ എന്താ പറയാ പേര് കൊടുത്തിരിക്കുന്ന ഒരു പ്രവാചക അവള് അല്ലെ. താൻ പ്രവാചക എന്ന് അവൾ തന്നെ അങ്ങ് പറഞ്ഞിരിക്കുക. ആ പ്രവാചക ദൈവത്തിൽ നിന്നുള്ള പ്രവാചകയല്ല, അവള് പിശാചിൽ നിന്നുള്ള പ്രവാചകയാണ്. അപ്പൊ ഇവള് പിശാചിൽ നിന്നുള്ള പ്രവാചകയാണ്. ഇപ്പൊ അവന്റെ അകത്ത് അവളുകൊണ്ട് പ്രവചിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പിശാചിൽ നിന്നും പ്രവചിച്ചിട്ടുണ്ടാവില്ലോ. ആൾക്കാർക്ക് മനസ്സിലാക്കി പോലും കാണത്തില്ല അല്ലെ. ആൾക്കാർക്ക് മനസ്സിലാക്കി പോലും കാണത്തില്ല. പിശാചിന് ഒരു ലെവൽ കാര്യങ്ങൾ അറിയാം അല്ലെ. അപ്പൊ അതിങ്ങനെ പ്രവചിച്ചു കഴിയുമ്പോ, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ഇത് മനുഷ്യരിൽ നിന്നുള്ള, ഇത് പിശാചിൽ എന്നുള്ള കാര്യമാണെന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. അതാ പ്രശ്നം വന്നത് അല്ലെ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ നമുക്കറിയാം, ഒരു വ്യക്തിനെ മനസ്സിലാക്കുന്നത് ഫലം കണ്ടുകൊണ്ടാണ്. ദൈവം പറഞ്ഞു പോലെ നല്ല വൃക്ഷത്തിൽ നല്ല ഫലമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ചീത്ത വൃക്ഷത്തെ ചീത്ത ഫലമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നല്ല വൃക്ഷത്തെ ചീത്ത ഫലം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്താ പറയാ, ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്നവരാണോ എന്ന് നോക്കാനും അത് മനസ്സിലാക്കാനും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ വിട്ട് ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു അറിവും ബുദ്ധിയും ഇല്ലാത്തൊരവസ്ഥയായി കാണും മിക്കവാറും ആൾക്കാർക്ക് ആ ചർച്ചിൽ അല്ലെ. അപ്പോ അതോ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിലേക്ക് നോക്ക്, ഹൃദയം പരിശുദ്ധമാണ് നോക്ക് എന്ന് ദൈവം നമ്മളോട് പറയുന്നതിന്റെ കാര്യം ഇത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഒരു കട്ടിയായിപ്പോയി നമ്മുടെ ഹൃദയത്തിന് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയണ, അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോ, നമ്മള് പാപത്തിലേക്ക് ആയിപ്പോ. അപ്പൊ അങ്ങനെ ആകുന്ന വ്യക്തികളാകരുത്. ഹൃദയവും മനസ്സും എന്നും പരിശുദ്ധമായിട്ട് തന്നെ വെക്കുന്ന വ്യക്തികളായിരിക്കണം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വചനം കേൾക്കാൻ സാധിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ലോർഡ് ഫാദർ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ കർത്താവ്. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തന്നെ കർത്താവ്. യേശുവിൻ നാമത്തിനാമേ. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കർത്താവ്, എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, അങ്ങയുടെ വഴി വിട്ട് നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവ്, ഞങ്ങളെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് ലോർഡ് ഫാദർ, അതിനൊക്കെ ക്ഷമ ചോദിക്കുക കർത്താവ്. അങ്ങിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ തന്നെ കർത്താവ്. യേശുവിൻ നാമത്തിനാമേ. താങ്ക് യു ജീസസ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കണം, അങ്ങയുടെ വഴി കൂടെ വന്ന് യേശുവിൻ നാമത്തിനാമേ. കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.